ഇതുപോലൊരു ഇൻട്രോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ ചാനലിൽ നിന്ന് 3000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പി ന്യൂസാണ്. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങോട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിലെല്ലാം സൗകര്യങ്ങൾ കുറവായിരിക്കും അല്ലെ. ഞാനും താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. ഞാൻ വിചാരിച്ചു ഒരു ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ചിരട്ടയില്ലേ, ചിരട്ട എല്ലാവരും ആവശ്യം കഴിഞ്ഞാൽ വേസ്റ്റ് കളയുന്ന സാധനമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം. അതായത് ഫ്ലാറ്റിൽ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റും ചെയ്യാം, അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്ത് നിങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കണം. നിങ്ങൾ കട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വേഗം തന്നെ മോണിറ്റൈസേഷൻ ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 12 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു റിങ്ങും എടുത്തിട്ടുണ്ട്. അതായത് തുണികളെല്ലാം ആറിയിടാൻ കിട്ടുന്ന ഒരു റിങ്ങാട്ടോ ഇത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ നമ്മുടെ ടേബിൾ ഫാനില്ലേ, ടേബിൾ ഫാനിൻ്റെ റിങ് ആയാലും മതി, അതിൻ്റെ പുറത്ത് വരുന്ന ആ ഭാഗമായാലും മതി. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ചിരട്ട നമ്മൾ 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ പീലർ വെച്ച് നല്ല രീതിയിലൊന്ന് പീൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ക്ലീനായിട്ട് ചിരട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നമ്മളെ ചിരട്ടയെല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതുപോലെ നമ്മളെ കിച്ചണിൽ നമ്മൾ പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന സ്പോഞ്ചില്ലേ, അതായാലും വീട്ടിലുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ 2-3 പീസാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്പോഞ്ച് എടുത്തില്ല, 2-3 ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കളർ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമ്മുടെ മക്കളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇല്ല കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലൂ കളറാണ് ഫസ്റ്റ് തന്നെ ഒരു 3 ചിരട്ടക്ക് ആ ബ്ലൂ കളറിലാണ് സെയിം ചെയ്തത്. പിന്നെ നമ്മൾ വേറൊരു കളറും കൂടി യൂസ് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് കളർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ഭംഗി കിട്ടും. ഒരു സെയിം കളറിനൊക്കെയാണെങ്കിൽ ഡിഫറെൻ്റ് ആകുമ്പോൾ നല്ല കളർ കിട്ടും. അപ്പോൾ ഞാനിതാ കളർ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കും ഇതിനധികം. ഞാനിനി അടുത്തതൊരു യെല്ലോ കളറോ ഞാൻ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ലെമൺ യെല്ലോ ഇല്ലേ, അതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വൈറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് 3 അപ്പോൾ ഞാനിനി ബാക്കിയില്ല നമുക്ക് നമ്മുടെ യെല്ലോ കളർ. അപ്പോൾ നമ്മളെ ചിരട്ടേനെ കാണിച്ചു തരാൻ ഞാനിതാ നമ്മുടെ ചിരട്ട നല്ല അടിപൊളിയായിട്ട് ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഹാങ് ചെയ്യുന്നത് നോക്കാം ഇനി. അപ്പോൾ ഞാനിവിടെ ടൈങ്കീസ് യൂസ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഈ ചിരട്ട ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഡ്രില്ലിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് 2 സൈഡിൽ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് നൂല് കെട്ടിയിട്ടും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞിട്ട് ഇത് ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ടൈം കേസ് വെച്ച് ഞാൻ തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ റിങ്ങിൽ നമുക്കിത് ഓരോന്നായിട്ട് ഓരോ പൊസിഷനിൽ കെട്ടിക്കൊടുത്താൽ മതി, സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടിയത്. ഞാനിന്ന് ഓരോ ഹോൾസിലും ഞാൻ ഓരോരോ കയറ് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ മണ്ണ് നല്ല ചകിരി നാരിലെ മണ്ണാട്ടോ ഇത്. അപ്പോൾ വേഗം തന്നെ നല്ല ഫ്ലവറും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നിറക്കാതിൻ്റെ അതൊക്കെ. ഞാൻ മണ്ണ് നിറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ചിരട്ടയിലും കുറച്ച് കല്ലിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതായത് വെള്ളം ഒഴിക്കുമ്പോൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലിട്ട് കൊടുത്തായിരുന്നു. അതായത് ഓരോ ചിരട്ടക്ക് ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കല്ലിട്ടിട്ടാണ് അതിനുശേഷമാണ് മണ്ണിട്ടത്. അപ്പോൾ ഞാൻ എല്ലാം മണ്ണിട്ടിട്ടുണ്ട്. നമുക്ക് മണി പ്ലാന്റ് ആയാലും ചെയ്യാം കേട്ടോ, കാരണം അതിനെല്ലാം അത്രയും മണ്ണ് വേണ്ടു. അപ്പോൾ നമുക്ക് ഓരോ ലീഫ് ഓരോന്നിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 10 മണിയും ആണ് ചെയ്തിട്ടുള്ളത്, കാരണം അതിനും അത്രയല്ലേ മണ്ണ് വേണ്ടു. അപ്പോൾ ഞാനിതെല്ലാം അകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെടി നടാം.
അപ്പോൾ ഞാൻ പല കളറ് 10 മണി ചെടിയാണ് എടുത്തിട്ടുള്ളത് നടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 വേറെ ഒരു ചെടിയും കൂടി നട്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇതാ എല്ലാ ചിരട്ടയിലും നമ്മൾ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഡോറ് തുറന്ന് കൊടുത്താൽ വെളിച്ചം അകത്തേക്ക് വരും നല്ലവണ്ണം. അതുകൊണ്ട് തന്നെ ഞാനിത് ഹാങ് ചെയ്തത് നമ്മളെ ഡോറിൻ്റെ സൈഡ് തന്നെയാണ്. അവിടെ അത്യാവശ്യം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇപ്പം ചെറിയൊരു നല്ലൊരു ഗാർഡൻ്റെ സെറ്റപ്പ് തന്നെയായി ഇപ്പം. കാരണം അതിൻ്റെ അകത്തും ഫ്ലവർ ഉണ്ടാകുമ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ സൈഡ് തന്നെ ഞാൻ കുറച്ച് മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആ ഒരു സൈഡ് കുഞ്ഞു ഗാർഡനായി. അപ്പോൾ നമ്മളെ ഗാർഡൻ നിങ്ങൾ കണ്ടല്ലോ, നല്ല സെറ്റപ്പിൽ ഞാൻ കൊച്ചു ഗാർഡൻ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഓരോ വിലപ്പെട്ട കമൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.